ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ അതിലെ ആക്ടിവിറ്റീസിലെ 8ാമത്തെ ആക്ടിവിറ്റി 8 മുതൽക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോക്കൊക്കെ ലൈക്ക് നൽകാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. ഈ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഈ പിക്ചറിനെ കംപ്ലീറ്റ് ആക്കുക. ഇത് മെർമെയ്ഡിൻ്റെ ഫുൾ പിക്ചറാണ്. ഇത് നിങ്ങൾ ഈ ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കളർ ഇറ്റ്, അതിനെ കളർ ചെയ്യുക. ഇനി റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷും മെർമെയ്ഡും തമ്മിലുള്ള കോൺവെർസേഷനും എഴുതണം. കോൺവെർസേഷൻ മെർമെയ്ഡ് എന്നുള്ളതിന് നമ്മൾ എം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗോൾഡ് ഫിഷിന് ജി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെർമെയ്ഡ്: ഹായ് ഗോൾഡ് ഫിഷ്, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പ്രിൻസസ് ജൂലിയ. മെർമെയ്ഡ്: താങ്ക് യു. ഗോൾഡ് ഫിഷ്: യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ടുഡേ. മെർമെയ്ഡ്: താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. ഗോൾഡ് ഫിഷ്: ഐ ആം സോറി മൈ പ്രിൻസസ്, ഐ ഡിഡ്ന്റ് ബ്രിങ് എ ഗിഫ്റ്റ് ഫോർ യു. സോറി പ്രിൻസസ്, ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മെർമെയ്ഡ്: ഇറ്റ്സ് ഓക്കെ ഡിയർ. മെർമെയ്ഡ് അപ്പം എന്താ പറഞ്ഞത്? അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഗോൾഡ് ഫിഷ്: എവരി വൺ ഗേവ് യു ഗിഫ്റ്റ്സ്. എല്ലാവരും നിനക്ക് ഗിഫ്റ്റ്സുകൾ തന്നു. ഐ ആം വെരി സോറി, ഐ കാൺട്ട്. എനിക്ക് വിഷമമുണ്ട്, എനിക്കൊന്നും തരാൻ കഴിഞ്ഞില്ല. മെർമെയ്ഡ്: ഡോണ്ട് വറി ഡിയർ, ലെറ്റ്സ് എൻജോയ് ദ പാർട്ടി. വിഷമിക്കേണ്ട, നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി നമ്പർ 9. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് വളരെ ഉപദ്രവകാരിയാണ്, ഹാംഫുൾ. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ കുറിച്ച് അതിന് എതിരായിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയൂ. പ്ലാസ്റ്റിക്കിനോട് എപ്പോഴും നമുക്ക് നോ പറയാൻ സാധിക്കുന്നില്ല. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞ് നമ്മളിതിനെ വലിച്ചെറിയുമ്പോഴാണ് ഇത് നമുക്ക് വളരെയധികം ഹാംഫുള്ളായി മാറുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കണം. എന്തൊക്കെയാണ് പോസ്റ്ററുകൾ തയ്യാറാക്കാൻ സാധിക്കുക? അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് ദ റിവേഴ്സ്. അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് ദ റിവേഴ്സ്. എന്താണ് അങ്ങനെ പറയുന്നത്? പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്തിട്ട് നദികളെ രക്ഷിക്കൂ എന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? നദികളിലേക്കാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ചെന്ന് ചേരുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് ദ വേൾഡ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിർത്തിയാൽ നമ്മുടെ വേൾഡിനെ തന്നെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ സ്റ്റോപ്പ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് ദ വേൾഡ്. വേൾഡിനെ രക്ഷിക്കൂ, പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തൂ. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 10. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. ഒരു പേപ്പർ ഫിഷ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേപ്പർ അതുപോലെ മടക്കി നിങ്ങൾ ഇതുപോലെയുള്ള ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കുക. ഇനി ആക്ടിവിറ്റി നമ്പർ 11. റീഡ് ദ ഫോളോയിങ് പോയം, കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഈ പോയം നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനൊരു ടൈറ്റിലും കൂടി കൊടുക്കണം. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ്സ് സോ ഫ്രഷ്. ഇവിടെ വെള്ളമുണ്ട്, ഇത് നല്ല ഫ്രഷാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്. മലകളിൽ നിന്ന് ഒഴുകി വരുന്നു. ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. നമ്മളെ സന്തോഷിപ്പിക്കുന്നു. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്. ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കലർപ്പില്ലാത്ത തെളിഞ്ഞതാണ്. ഇറ്റ് ഈസ് സോ നൈസ്, അത് വളരെ നല്ലതാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്. മലകളിൽ നിന്ന് ഒഴുകി വരുന്നു. ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. ചിയേഴ്സ് അസ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ആൻഡ് ത്രില്ലടിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഉണ്ടാക്കണം.
വാട്ടർ ഈസ് പ്യുവർ. ഇപ്പം നമ്മൾ ക്ലിയർ, ഹിയർ എന്നൊക്കെ പറഞ്ഞ പോലെ ആ റിതം യോജിക്കുന്ന തരത്തിൽ വാട്ടർ ഈസ് പ്യുവർ എന്നും ഇറ്റ് ഈസ് സോ കൂൾ, ശുദ്ധമായ വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്, നമ്മളെ മലകളിൽ നിന്ന് ഒഴുകി വന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. വാട്ടർ ഈസ് ഹിയർ, ഇവിടെ വെള്ളമുണ്ട്. ഇറ്റ് ഈസ് അവർ ലൈഫ്, അത് നമ്മുടെ ജീവനാണ് അല്ലേ, വെള്ളം നമ്മുടെ ജീവനാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, മലകളിൽ നിന്ന് ഒഴുകി വരുന്നു. ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. വാട്ടർ ഈസ് ലൈഫ്, വെള്ളം ജീവിതവുമാണ് അല്ലേ, വെള്ളം ജീവനില്ലെങ്കിൽ പിന്നെ വെള്ളമില്ലെങ്കിൽ ജീവിതവുമില്ല, നമ്മൾ ആരുമില്ല അല്ലേ. വാട്ടർ ഈസ് ലൈഫ്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്, അത് വില പിടിച്ചതാണ്, വിലമതിക്കാനാകാത്തതാണ്. വാട്ടർ ഈസ് ലൈഫ്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അപ്പ് ആൻഡ് ത്രിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ആക്ടിവിറ്റി നമ്പർ 12. റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. ഇവിടെ ഒന്ന് തന്നതുപോലെ കൂടുതൽ എണ്ണം നിങ്ങൾ എഴുതുക. സോ യമ്മി, സോ ഡെലീഷ്യസ്, എന്ത് രസമാണ്, എന്ത് സ്വാദിഷ്ടമാണ്. രണ്ടും ഒരേ അർത്ഥം വരുന്ന ഒപ്പം പറയുന്ന വാക്കാണ് അല്ലേ. സോ യമ്മി, സോ ഡെലീഷ്യസ്. സോ യമ്മി എന്ന് പറഞ്ഞാലും നല്ല സ്വാദുള്ളത്, രസമുള്ളത്. സോ ഡെലീഷ്യസ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അർത്ഥം. അതേപോലെ മറ്റൊന്നുണ്ട്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്. ഇനി അതുപോലെ നമുക്ക് വേറെന്തെങ്കിലും എഴുതാം. സോ പ്രിറ്റി, സോ എലഗൻറ്റ് അല്ലേ. സോ ഹാൻസം, സോ ഗ്രേറ്റ്. അതേപോലെ ഒരേ അർത്ഥം വരുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് അതെല്ലാം. ആക്ടിവിറ്റി നമ്പർ 13. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഹൂ ഈസ് ദിസ്? What did he see in the deep sea? Who appeared near the window? What was the celebration in the palace? Who made a whistling sound? What were the boatmen doing? What did the shark do? Did the princess punish the boatman? What did she do? നമ്മുടെ ഈ സ്റ്റോറി തന്നെ ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിതിനെ സ്റ്റോറിയാക്കി നമ്മുടെ വേർഡ്സിൽ എഴുതാം. അതിനിവിടെ നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്, അവിടെ എഴുതാം. വൺ ഡേ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ദിവസം ഗോൾഡ് ഫിഷ് സീയിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി സോ ഹിസ് ഫ്രണ്ട്സ് സ്വിമ്മിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോഴാണ് അവൻ കണ്ടത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരേ ദിശയിലേക്ക് തന്നെ നീന്തിപ്പോകുന്നു. ഹി ടു ഫോളോഡ് ദം. അവനും അവരെ ഫോളോ ചെയ്തു, അവരൊപ്പം പോയി. ദേ റീച്ച്ഡ് നിയർ എ ബ്യൂട്ടിഫുൾ പാലസ്. അവരൊരു വലിയ നല്ല ഭംഗിയുള്ള കൊട്ടാരത്തിനടുത്തെത്തി. അറ്റ് ദാറ്റ് ടൈം എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ പാലസ് വിൻഡോ. ആ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക പാലസിൻ്റെ ജനലിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ദ പാലസ് വാസ് ഡെക്കറേറ്റഡ്. പാലസ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു, അലങ്കരിച്ചിരുന്നു. They all presented gifts to the mermaid and wished her a happy birthday. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും, ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് ചെയ്തു? പ്രസൻറ്റഡ് ഗിഫ്റ്റ്സ് ടു ദ മെർമെയ്ഡ്. ഈ മത്സ്യകന്യകയ്ക്ക് സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. ദേ എൻജോയ്ഡ് ദ പാർട്ടി. എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്തു. അറ്റ് ദാറ്റ് ടൈം എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. അപ്പോഴാണ് ഒരു ഡോൾഫിൻ വിസിലടിക്കുന്നു, ഒച്ചയിൽ വിസിലടിക്കുന്നു. കാരണം എന്താണ്? ബിക്കോസ് ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് ദ പ്ലാസ്റ്റിക് വെയ്റ്റ്സ് ഇൻ ദ സീ. അപ്പോൾ ആളുകൾ കടലിലേക്ക് വരികയാണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കടലിൽ തള്ളാൻ വേണ്ടിയിട്ട്, ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവറി വൺ വെൻറ്റ് നിയർ ദ ബോട്ട്. എല്ലാവരും ബോട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട്. ഷാർക്ക് ബോട്ടിൽ ശക്തിയായിട്ട് അടിച്ചു. ദ മെൻ ബെഗ്ഡ് ഫോർ ദെയർ ലൈഫ്. അപ്പോൾ മനുഷ്യന്മാർ അവരുടെ ജീവനു വേണ്ടി അവരോട് ബഗ് ചെയ്തു, യാചിച്ചു. ദ പ്രിൻസസ് വാൺഡ്. പ്രിൻസസ് വാണിംഗ് കൊടുത്തു, ലാസ്റ്റ് വാണിംഗ്. ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് അവരെ പോകാൻ സമ്മതിച്ചു. ഇതാണ് ആക്ടിവിറ്റി 13. ഇനി നമുക്ക് ആക്ടിവിറ്റി 14 ഉണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. കുറേ വെജിറ്റബിൾസ് ആണ് ഇവിടെ അല്ലേ. കുറേ വെജിറ്റബിൾസ്, എന്തോ ഒരു
പാർട്ടിയാണ് ഇവിടെ, എന്തോ ഒരു ഫങ്ഷൻ നടക്കുകയാണ്, ഡാൻസ് പാർട്ടി. വെജിറ്റബിൾസിൻ്റെ ഡാൻസ് പാർട്ടിയാണ്. നമ്മുടെ ബ്രിഞ്ചാളിൽ നിന്ന് പാടുന്നു, ഓരോരുത്തരായിട്ട് പാടുന്നുണ്ട്. പംകിൻ ഡാൻസ് ചെയ്യുന്നു അല്ലേ, ടൊമാറ്റോ ഗിറ്റാർ വായിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഥ എഴുതേണ്ടത്. ലാസ്റ്റ് നോക്കൂ, നല്ല മഴയാണ്, എല്ലാവരും മഴയിൽ നനഞ്ഞു കുതിരുന്നുമുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറി ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഓൾ ദ വെജിറ്റബിൾസ് ഇൻ എ വില്ലേജ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡാൻസ് പാർട്ടി. ഒരു ഗ്രാമത്തിലെ എല്ലാ വെജിറ്റബിൾസും ഒരു ഡാൻസ് പാർട്ടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ദി ഫിക്സ്ഡ് എ ഡേറ്റ്. അവർ അതിനായൊരു ഡേറ്റും ഫിക്സ് ചെയ്തു. ബ്രിഞ്ചാൾ സ്റ്റാർട്ടഡ് ദ പാർട്ടി. ബ്രിഞ്ചാളാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തത്. ദ എഗ് പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു സിങ് എ ബ്യൂട്ടിഫുൾ സോങ്. എഗ് പ്ലാന്റ് എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പാടിയത്. ആഫ്റ്റർ ദാറ്റ് കാബേജ് സാങ് എ മെലോഡിയസ് സോങ്. അതിന് ശേഷം കാബേജാണ് പാട്ട് പാടിയത്. പംകിൻ സ്റ്റെപ്ഡ് ടു മോഹിനിയാട്ടം. പംകിൻ കളിക്കുന്നത് മോഹിനിയാട്ടം സ്റ്റെപ്പ് പോലെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഭരതനാട്യം എന്ത് വേണമെങ്കിലും എഴുതാം. ആൻഡ് പൊട്ടറ്റോ പ്രസൻറ്റഡ് എ സിനിമാറ്റിക് ഡാൻസ്. പൊട്ടറ്റോ കളിക്കുന്നത് എന്താണ്? സിനിമാറ്റിക് ഡാൻസ്. സഡൻലി ദ സ്കൈ ഡാർക്കൻഡ് വൈൽ ദ കുക്കുംബേഴ്സ് ഡാൻസ് ഷോ. കുക്കുംബറിൻ്റെ ഡാൻസ് ഷോ ഉണ്ടായ സമയത്താണ് എന്താ ഉണ്ടായത്? സ്കൈ ഒക്കെ ഡാർക്കൻഡ്. ഡാർക്കൻഡ് എന്ന് പറഞ്ഞാൽ കറുത്തു, ആകാശം കറുത്തു. എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. ഒരു നല്ല ശക്തിയായ കാറ്റ് വീശി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ദ പുവർ വെജിറ്റബിൾസ് വേർ ആൾ സോഗി. വെജിറ്റബിൾസ് എല്ലാവരും നനഞ്ഞു. സാഡൻഡ് ദേ ആൾ റാൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അവർ വിഷമിച്ചു അല്ലേ, അവരെല്ലാവരും പല വഴി കൂടെ ഓടിപ്പോയി. ഓക്കെ, ഇനി 15ാമത്തെ വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കലാണ്. വി സെലിബ്രേറ്റ് സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് ബർത്ത്ഡേസ്, മാരേജ് ഫങ്ഷൻസ്, ഹൗസ് വാമിങ്സ്, ലോക്കൽ ഫെസ്റ്റിവൽസ് എക്സെട്ര. നമ്മളങ്ങനെയുള്ളതിനൊക്കെ പോവാറുണ്ടല്ലോ, ബർത്ത്ഡേ, കല്യാണം അല്ലേ, വീട് കുടിയിരിപ്പ്, അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മേക്ക് എ വീഡിയോ ക്ലിപ്പ് വിത്ത് യുവർ കമൻട്രി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. ഒരു വീഡിയോ ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു വീഡിയോ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് നറേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ് സച്ച് ആസ് ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്, ഓണം സെലിബ്രേഷൻസ് എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. നമ്മളൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. എന്തിനെ കുറിച്ചിട്ടാണ്? ഇൻഡിപെൻഡൻസ് ഡേക്കോ അല്ലെങ്കിൽ ഓണം സെലിബ്രേഷനോ നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ. അങ്ങനെ ഈ യൂണിറ്റ് നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാഠവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.